ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഒരാളുടെ കർമ്മമാണ് അയാളെ നിശ്ചയിക്കുന്നത്. നമുക്കറിയാം, തന്ത്രം ചെയ്യുന്ന ആൾ തന്ത്രി, ഡ്രൈവ് ചെയ്യുന്ന ആൾ ഡ്രൈവർ. ഇപ്രകാരം ഏത് കർമ്മമാണോ ചെയ്യുന്നത് അതാണ് ആ വ്യക്തിയെ നിശ്ചയിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ട്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബെസ്റ്റായിട്ട് കർമ്മം ചെയ്യുക. അയാൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് അത് ബെസ്റ്റായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ശ്രേഷ്ഠതരം, ശ്രേഷ്ഠതമമായിട്ടുള്ള കർമ്മം ആര് ചെയ്യുന്നുവോ അയാളാണ് ബെസ്റ്റ്. നമുക്ക് ബെസ്റ്റ് മന്ത്രിയാവാം, ബെസ്റ്റ് തന്ത്രിയാവാം, ബെസ്റ്റ് ഡ്രൈവർ ആവാം, ബെസ്റ്റ് കാൽനടക്കാരനാവാം. അങ്ങനെ ഏത് മേഖലയിലും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് മാക്സിമം ബെസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി ബെസ്റ്റായിരിക്കും, അയാൾ ശ്രേഷ്ഠനായിരിക്കും. ഇതാണല്ലോ താല്പര്യം. ഈ ശ്രേഷ്ഠതമമായി ചെയ്യുന്ന കർമ്മത്തിനെ വിളിക്കുന്ന പേരാണ് യജ്ഞം. കാരണം നമുക്കേവർക്കും കർമ്മം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ കർമ്മം ചെയ്യണം? കാരണം ഏത് കർമ്മം ചെയ്യാനും നമ്മൾ തന്നെയാണ് അധികാരി. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യാനുള്ള അധികാരം നിനക്ക് മാത്രമാണ്, അതിൽ ഞാൻ പോലും ഇടപെടില്ല എന്ന് പറഞ്ഞു. ഇനി തൽക്കാലം ഒരു വീഡിയോയോടുകൂടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹരി ഓം.